IPL 19 സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കല്ലുകടിയായി മാറിയിരിക്കുകയാണ് അമ്പയറിംഗ് വിവാദം. അങ്ങനെ ഒരു വിവാദം കൂടി കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കാണുകയുണ്ടായി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള ആദ്യ മത്സരത്തിലെ അമ്പയറിംഗ് പിഴവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ ഹെൻറിച്ച് ക്ലാസനെ പുറത്താക്കാനായി ഫിൽ സാൾട്ട് എടുത്ത ആ ക്യാച്ചാണ് ആരാധകരുടെ വിമർശനത്തിന് അല്ലെങ്കിൽ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. ക്ലാസിനെ പുറത്താക്കാനായി ബൗണ്ടറി ലൈനിൽ ഫിൽ സാൾട്ട് ക്യാച്ച് എടുക്കുന്നതിനിടെ ബൗണ്ടറി കുഷ്യനിൽ അദ്ദേഹത്തിന്റെ കാൽ സ്പർശിച്ചിരുന്നുവോ? അത് ശരിക്കും ഔട്ട് തന്നെയാണോ? തീരുമാനങ്ങളിൽ എവിടെയാണ് അമ്പയർക്ക് പിഴച്ചത്? മത്സരത്തിൽ ഒരുപക്ഷെ RCBയുടെ ജയത്തിലും ചെറുതല്ലാത്ത പങ്ക് വഹിച്ചതാണ് ഈ ക്യാച്ചും അതുപോലെ തന്നെ അമ്പയറുടെ തീരുമാനവും എന്ന് തന്നെ പറയാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ IPL എവിടെ അവസാനിച്ചുവോ അവിടെ നിന്നും തന്നെ തുടങ്ങുകയായിരുന്നു അവർ. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ മുൻ ജേതാക്കളായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ച ഉണ്ടായെങ്കിലും 202 റൺസിന്റെ താരതമ്യേന ഒരു വലിയ ലക്ഷ്യമാണ് RCBക്ക് മുന്നിൽ ഇഷാൻ കിഷന്റെ ഓറഞ്ച് ആർമി ആ സമയത്ത് വെച്ചത്. പക്ഷേ ഈ ടോട്ടൽ RCBക്ക് യാതൊരു വെല്ലുവിളിയും സൃഷ്ടിച്ചില്ല എന്ന രീതിയിലാണ് അവർ ബാറ്റ് വീശിയത്. കാരണം അത്രയും പരിതാപകരമായിരുന്നു SRHന്റെ ബോളിംഗ് നിര. ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയാണ് SRHന്റെ ഓപ്പണിംഗ് സ്പെൽ എറിഞ്ഞതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ബോളിംഗ് ആക്രമണത്തിന്റെ ചൂട്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ബാറ്റ് വീശിയ RCB ബാറ്റർമാർ വെറും 15.4 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് ലക്ഷ്യം മറികടന്നത്. ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലി, കിങ് കോഹ്ലിയുടെ 69 നോട്ട് ഔട്ട്, വൺ ഡൗണായി എത്തിയ മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെ 61 റൺസ്, ഈ അഗ്രസീവ് 50കളാണ് RCBയുടെ ജയം അനായാസമാക്കിയത്. ക്യാപ്റ്റൻ രജത് പട്ടീദാർ 31 റൺസ് അതിവേഗം ബാറ്റിംഗിൽ നേടുകയും നിർണായക സംഭാവന ഈ മത്സരത്തിൽ നൽകുകയും ചെയ്തു. IPLൽ കന്നി മത്സരം കളിച്ച ന്യൂസിലാൻഡ് പേസറായ ജേക്കബ് ഡഫി RCBക്കായി 3 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. മത്സരത്തിന്റെ ആകെ തുക ഇതാണ്. എന്നാൽ ഈ മത്സരത്തിലെ ഏറ്റവും വിവാദം നിറഞ്ഞ രംഗം ഈ ക്ലാസിന്റെ ക്യാച്ചായിരുന്നു. സൺറൈസേഴ്സ് ഇന്നിംഗ്സിലെ 14ാമത്തെ ഓവറിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തുടക്കത്തിൽ 29-3 എന്ന നിലയിൽ തകർന്ന ശേഷം 97 റൺസിന്റെ കൂട്ടുകെട്ടിലൂടെ ഇഷാൻ കിഷനും ഹെൻറിച്ച് ക്ലാസും ചേർന്ന് ഹൈദരാബാദിനെ കരകയറ്റുന്നതിനിടെയാണ് ക്ലാസിന്റെ വിക്കറ്റ് അപ്രതീക്ഷിതമായി വീണത്. ഹൈദരാബാദിന് ഇതൊരു വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ക്ലാസിന് പുറത്തായത് ഹൈദരാബാദിന്റെ റൺ റേറ്റിനെ പിന്നീട് ബാധിക്കുകയും ചെയ്തു. 4ാം വിക്കറ്റിൽ 97 റൺസാണ് വെറും 53 പന്തുകളിൽ ഇരുവരും ചേർന്ന് അടിച്ചെടുത്ത് ആ ഒരു സെറ്റിലായി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം പുറത്തായത്. SRH ഇന്നിംഗ്സിലെ ഏക 50+ കൂട്ടുകെട്ടും ഇതുതന്നെയായിരുന്നു. 13 ഓവറിൽ ഓറഞ്ച് ആർമി 3 വിക്കറ്റിന് 126 റൺസ് എന്ന ശക്തമായ നിലയിലുള്ളപ്പോഴാണ് മത്സരഗതിക്ക് വിപരീതമായി ഹെൻറിച്ച് ക്ലാസൻ പുറത്തായത്. റൊമാരിയോ ഷെപ്പേർഡ് എറിഞ്ഞ 14ാമത്തെ ഓവറിലെ ആദ്യ പന്തിലാണ് RCBക്ക് ഈ നിർണായകമായ ബ്രേക്ക് ത്രൂ ലഭിച്ചത്. ഒരു ബാക്ക് ഓഫ് ലെങ്ത് പന്തായിരുന്നു ഷെപ്പേർഡ് ആ സമയത്ത് എറിഞ്ഞത്. കൂറ്റനൊരു ഷോട്ട് കളിക്കാനായിരുന്നു ക്ലാസിന്റെ ശ്രമം. മിഡ് വിക്കറ്റ് ബൗണ്ടറിയിൽ ഫിൽ സാൾട്ട് പക്ഷേ അവിശ്വസനീയമായ വിധം അത് കൈക്കുള്ളിലേക്ക് ആക്കിക്കൊണ്ട് ബൗണ്ടറി ലൈനിന് തൊട്ടരികെ വീണ ശേഷം ഒരു വശത്തേക്ക് മലക്കം മറിയുകയും ചെയ്തു. ആ ക്യാച്ച് അദ്ദേഹം എടുക്കുകയും ചെയ്തു. എന്നാൽ ക്യാച്ച് എടുത്ത ശേഷം താഴെ വീണപ്പോൾ സാൾട്ടിന്റെ ശരീരഭാഗങ്ങൾ ബൗണ്ടറി റോപ്പിൽ ടച്ച് ചെയ്തതുപോലുള്ള ചില ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതോടെ തീരുമാനം തേർഡ് അമ്പയർക്ക് വിടുന്നു ഫീൽഡ് അമ്പയർ. തേർഡ് അമ്പയർ രോഹൻ പണ്ഡിറ്റ് ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു ആംഗിളിൽ സാൾട്ട് വീഴുന്ന സമയത്ത് ബൗണ്ടറി കുഷ്യൻ ടച്ച് ചെയ്യുന്നത് പോലുള്ള ആംഗിളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം അമ്പയർ അത് ഔട്ട് എന്ന സിഗ്നൽ നൽകുകയായിരുന്നു. റീപ്ലേകൾ പരിശോധിച്ചതിന് ശേഷം ഔട്ടാണെന്നായിരുന്നു തേർഡ് അമ്പയറുടെ തീരുമാനം. അപ്പോൾ ക്യാച്ച് എടുത്ത ശേഷം സാൾട്ട് വീണപ്പോൾ ബൗണ്ടറി റോപ്പിൽ ഇളക്കമൊന്നും കാണപ്പെട്ടില്ല എന്നായിരുന്നു തേർഡ് അമ്പയർ കാരണമായി പറഞ്ഞത്. പക്ഷേ അത് ക്യാച്ച് തന്നെയാണോ എന്നതിന് വ്യക്തമായൊരു തെളിവ് റീപ്ലേകളിൽ നിന്നും വ്യക്തമല്ലായിരുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. മതിയായ തെളിവില്ലാതിരുന്നിട്ടും സംശയത്തിന്റെ ആനുകൂല്യം ബാറ്റർക്ക് പകരം ബോളർക്ക് തേർഡ് അമ്പയർ ഈ മത്സരത്തിൽ നൽകുകയായിരുന്നു. പക്ഷേ ഔട്ടാണെന്ന തീരുമാനത്തിൽ ക്ലാസൻ ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല. അദ്ദേഹം ബൗണ്ടറി ലൈനിന്റെ അരികിൽ നിന്നും ഒഫീഷ്യലിനോട് മാച്ച് തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗ്രൗണ്ട് വിട്ടത്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഔട്ട് വലിയ വിമർശനമാണ് ഇതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഔട്ട് ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം ക്ലാസൻ അദ്ദേഹം ക്രീസിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അസാമാന്യമാം വിധം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ബാറ്ററാണ്, റൺസ് എടുക്കുന്ന ബാറ്ററാണ്. അദ്ദേഹം ക്രീസിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇതിനും മുകളിലുള്ള ഒരു സ്കോർ എടുക്കാൻ പറ്റും എന്ന സ്ഥിതിവിശേഷമായിരുന്നു. ക്ലാസിന്റെ ഈ ഔട്ടാകൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു അനീതി നടന്നു എന്ന രീതിയിൽ തന്നെയുള്ള മുഖഭാവത്തോടു കൂടിയാണ് ക്ലാസൻ
ക്രീസ് വിട്ടത്. ഇതിനെതിരെയുള്ള വിമർശനങ്ങളിൽ ആരാധകർ പറയുന്നതിൽ ചില കമന്റുകളിലുള്ളത് RCBയുടെ ഉടമസ്ഥാവകാശം അടുത്തിടെ ബിർള ഗ്രൂപ്പ് ഏറ്റെടുത്തതിനെ പരിഹസിച്ചുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ബിർള ഗ്രൂപ്പ് പണം കൊടുത്തു തുടങ്ങിയ അമ്പയർമാരെ വിലക്കെടുത്തു എന്ന് തുടങ്ങിയ വിമർശനങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ആരാധകർ ഉയർത്തുന്നുണ്ട്. കമന്ററിക്കിടെ മുൻ ഇതിഹാസ താരമായ കമന്റേറ്ററായ സുനിൽ ഗവാസ്കറും തേടംബേരുടെ തീരുമാനത്തോട് യോജിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എങ്ങനെയാണോ ആ സമയത്ത് അദ്ദേഹം കമന്ററിയിൽ പറഞ്ഞത് എങ്ങനെയായിരുന്നു? റീപ്ലേകളിൽ നൽകപ്പെട്ട ആംഗിളുകൾ കുറെ കൂടി സമയമെടുത്ത് തേടംബേർക്ക് പരിശോധിക്കാമായിരുന്നു. ഫിൽ സാൾട്ടിന്റെ ശരീരഭാഗം ബൗണ്ടറി റോപ്പിൽ ടച്ചായതുപോലെയാണ് എനിക്ക് കാണപ്പെട്ടത്. ഈ തരത്തിലുള്ള ദുഷ്കരമായ സാഹചര്യങ്ങളിൽ സംശയത്തിന്റെ ആനുകൂല്യം എല്ലായ്പ്പോഴും ബാറ്റർക്കാണ് ലഭിക്കേണ്ടത്. ഈ തീരുമാനം ശരിയായില്ലെന്നാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് എന്നാണ് കമന്ററിക്കിടെ സുനിൽ ഗവാസ്കറും പറഞ്ഞത്. അതുപോലെ തന്നെ മൈക്കൽ വോണിനെ പോലുള്ള മുൻ ഇംഗ്ലണ്ട് നായകനായ മൈക്കൽ വോണിനെ പോലുള്ളവരും ഈ ഒരു തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നീട് സാൾട്ട് തന്നെ ഇഷാൻ കിഷനെ പുറത്താക്കാൻ ഒരു അസാമാന്യ ക്യാച്ച് എടുത്തുകൊണ്ട് ഒരുപക്ഷെ ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ക്യാച്ച് ആവാൻ സാധ്യതയുള്ള ഒരു ക്യാച്ച് പിന്നീട് എടുത്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ഈ ആദ്യ ക്യാച്ച് വലിയ വിവാദമായി നിൽക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം അമ്പയറിംഗ് നിലവാരത്തെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു. ഈ പുതിയ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു ബ്ലണ്ടർ ഉണ്ടായത് തീർച്ചയായും വരും മത്സരങ്ങളിൽ BCCI ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.